എക്സാലോജിക് CMRL ഇടപാട് കേസിൽ SFIOക്ക് തിരിച്ചടി. SFIO നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഡൽഹി ഹൈക്കോടതിയുടെ ചോദ്യം വരികയാണ്. അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യില്ലെന്ന് SFIO ഉറപ്പ് നൽകിയിരുന്നുവെന്നും ഡൽഹി ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു. CMRL കേസിൽ ഇപ്പോൾ തിരിച്ചടിയാണ് SFIOക്ക്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കൃത്യമായ ചോദ്യങ്ങൾ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയാണ്. എന്തുകൊണ്ടാണ് കോടതിക്ക് നൽകിയ ഉറപ്പുകൾ പോലും ഈ അന്വേഷണ ഏജൻസി, ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പാലിക്കാത്തതെന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലു, എന്തൊക്കെയാണ് കോടതിയുടെ ചോദ്യങ്ങൾ? ആര്യ, ഏറ്റവും പ്രധാനമായും ഈ CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു തർക്കം, ഈ CMRL നേരത്തെ ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. ആ ഹർജി നേരത്തെ ആദ്യം പരിഗണിച്ചിരുന്നത് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചായിരുന്നു. ആ ബെഞ്ച് ഈ കേസ് പരിഗണിച്ചിരുന്ന വേളയിൽ ഈ കോടതിയിൽ വ്യക്തമാക്കിയിരുന്ന, അതായത് CMRL നൽകിയിരുന്ന CMRL നൽകിയിരുന്ന ഹർജിയിൽ SFIO നൽകിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംബന്ധിച്ച് ഒരു ഉറപ്പ് സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. അതായത് ഈ കേസിന്റെ അന്വേഷണം തുടരുമെങ്കിലും അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യില്ല എന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിന് മുമ്പാകെ നേരത്തെ ഈ SFIO ഉറപ്പ് നൽകിയിരുന്നുവെന്നായിരുന്നു CMRL പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് വീണ്ടും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിന് മുമ്പാകെ ബെഞ്ചിന്റെ പരിഗണനയ്ക്കായി വിട്ടിരുന്നത്. ഇന്ന് ഈ കേസ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ച് പരിഗണിക്കുകയും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് ഇന്ന് പറഞ്ഞത് ഈ നേരത്തെ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെങ്കിലും അന്വേഷണ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യില്ല എന്ന് ഈ SFIO ഉറപ്പ് നൽകിയിരുന്നു, വാക്കാൽ ഉറപ്പ് നൽകിയിരുന്നു എന്നാണ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് വ്യക്തമാക്കിയത്. എന്തുകൊണ്ടാണ് ആ ഉറപ്പ് പാലിക്കാത്തതെന്ന് SFIക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് സുപ്രീം കോടതി ഇന്ന് ഡൽഹി ഹൈക്കോടതി ആരായുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതി പറഞ്ഞിരുന്നത്, അതായത് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സാധാരണഗതിയിൽ ഇങ്ങനെ ഉറപ്പുകൾ നൽകുമ്പോൾ അത് രേഖാമൂലമുള്ള ഉറപ്പുകൾ ആയിരിക്കണം എന്നതാണ് ഈ സുപ്രീം കോടതിയും മറ്റും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പക്ഷേ ഈ അഭിഭാഷകർ നൽകുന്ന ഉറപ്പ് ഈ അഭിഭാഷകരുടെ ഈ മുഖവിലേക്ക് എടുത്തുകൊണ്ട്, ആ വാക്കുകൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് പലപ്പോഴും കോടതികൾ അതിനെ കണക്കിലെടുക്കാറാണ് പതിവെന്നും ഇവിടെ SFIO രേഖാമൂലം ഉറപ്പ് നൽകിയിട്ടില്ല എങ്കിലും തന്റെ കോടതിക്ക് മുമ്പാകെ ഇങ്ങനെ ഈ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യില്ല എന്ന ഉറപ്പ് നൽകിയിരുന്നു എന്നാണ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഈ കേസ് റോസ്റ്റർ അനുസരിച്ച്, അതായത് ഏത് ജഡ്ജിയാണോ പരിഗണിക്കേണ്ട ആ ജഡ്ജിയുടെ മുമ്പിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് ലിസ്റ്റ് ചെയ്യാനുണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസും ഈ എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. കേരളത്തിൽ പോയി ഈ SFIO ഈ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു നിയമസാധുത തന്നെ ഇനി ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടിയുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യില്ല എന്ന ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ഈ ചോദ്യം വന്നപ്പോൾ, അതായത് പറഞ്ഞ വാക്ക്, തന്റെ കോടതിയിൽ പറഞ്ഞ വാക്ക് എന്തുകൊണ്ട് പാലിച്ചില്ല എന്ന ചോദ്യം വന്നപ്പോൾ എന്താണ് SFIക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മറുപടി നൽകിയത്? ഈ ആര്യ, ഈ SFIക്ക് വേണ്ടി പലപ്പോഴും പല അഭിഭാഷകരാണ് ഇന്ന് ഹാജരാകുന്നത്. ഇന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്നു ഈ SFIക്ക് വേണ്ടി ഹാജരായിരുന്നത്. ഇന്ന് പ്രധാനമായും ഈ കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഉറപ്പ് നൽകിയിരുന്നോ ഇല്ലായിരുന്നോ എന്നതായിരുന്നു. കാരണം അന്ന് അന്ന് ഈ CMRL വേണ്ടി ഹാജരായിരുന്ന സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ അന്ന് ഈ അന്വേഷണം തുടരുമെങ്കിലും ഈ റിപ്പോർട്ട് ഫയൽ ചെയ്യില്ല എന്ന് വാക്കാൽ ഒരു ഉറപ്പ് നൽകിയിരുന്നു. അതുകൊണ്ടാണ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി അന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ച് ഇങ്ങനെ ഈ ഉറപ്പ് അല്ലെങ്കിൽ അതിന് ഈ SFIക്ക് അനുമതി നൽകിയത്. തുടർന്ന് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ SFIO അന്വേഷണം പൂർത്തിയാക്കുകയും തുടർന്ന് ആ റിപ്പോർട്ട് ഫയൽ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു ഉറപ്പ്, വാക്കാലുള്ള ഉറപ്പ് തന്റെ കോടതിക്ക് മുമ്പാകെ ഈ SFIക്ക് വേണ്ടി അന്ന് ഹാജരായിരുന്ന അഭിഭാഷകൻ നൽകിയിരുന്നു എന്നാണ്. അതായത് ഈ അന്വേഷണം തുടരുമെങ്കിലും അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യില്ല എന്ന ഒരു ഉറപ്പ് നൽകിയിരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിരുന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ അന്വേഷണം അക്കാലത്ത് തന്നെ സുപ്രീം കോടതി അന്ന് ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്യാനുള്ള ഒരു സാധ്യതയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഏതായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട അവ്യക്തതയ്ക്കാണ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ച് വ്യക്തത വരുത്തിയിരിക്കുന്നത്.
SFIO കേരളത്തിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ നിയമസാധുത എങ്ങനെയായിരിക്കും ബാലു? പക്ഷെ നമ്മുടെ മുന്നിൽ തന്നെ 2 വശമുണ്ട്. ഒരുപക്ഷെ ഇത് വളരെ സാങ്കേതികമായ ഒരു കാര്യമായിരിക്കും, ടെക്നിക്കൽ കാര്യമായിരിക്കും. അവിടെ രേഖാമൂലമല്ല അങ്ങനെ ഒരു ഉറപ്പ് SFIO അറിയിച്ചത് ഡൽഹി ഹൈക്കോടതിയെ. ഇവിടെ ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നുണ്ട്. അപ്പോൾ രേഖാമൂലം അറിയിക്കണമെന്ന് സുപ്രീം കോടതിയുടെയൊക്കെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ടിന് തന്നെ നിയമസാധുത ഇനി എങ്ങനെയായിരിക്കും ബാലു? ആര്യ, അതിന്റെ ഒരു ആധികാരികമായി എനിക്ക് പറയാൻ വേണ്ടി അറിയില്ല. കാരണം ഇങ്ങനെ ഈ വാക്കാലുള്ള ഒരു ഉറപ്പ് നൽകിയതിന് ശേഷം അത് ലംഘിച്ചതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ കേസിനെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം അത് ഇനി യഥാർത്ഥത്തിൽ പരിഗണിക്കേണ്ടത് ഇനി ഡൽഹി ഹൈക്കോടതിയിൽ റോസ്റ്റർ അനുസരിച്ച് ഇത് പരിഗണിക്കേണ്ട ജഡ്ജിയാണ്. നേരത്തെ ജസ്റ്റിസ് ഗിരീഷ് കട്പാലിയുടെ ബെഞ്ചിലായിരുന്നു ഈ കേസ് പരിഗണിച്ചിരുന്നത്. ഒരുപക്ഷെ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ ബെഞ്ചിന് മുമ്പാകെ ഈ കേസിന്റെ നടപടികളൊക്കെ വിടാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അദ്ദേഹമാണ് ഇനി ഇതിൽ ഈ SFIOയുടെ നടപടി അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത്. പക്ഷേ ഈ ആധികാരികമായ തെളിവുകളും മറ്റും SFIO അവകാശപ്പെടുന്നത് പോലെ തന്നെ അവർക്ക് ഉണ്ട് എങ്കിൽ അത് ആ അന്വേഷണം പൂർണ്ണമായി കോടതിയെ റദ്ദാക്കുമോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന കാര്യത്തിൽ ഇനി ഒരുപക്ഷെ ഇതിന്റെ കൂടുതൽ നിയമവശങ്ങളിലേക്കൊക്കെ പറയേണ്ടത് ഈ നിയമജ്ഞരും മറ്റുമാണ്. പക്ഷേ നിലവിൽ ഇന്ന് ഇക്കാര്യത്തിൽ ഡൽഹി ഹൈക്കോടതി ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. അതായത് അന്വേഷണവുമായി മുന്നോട്ട് പോകുമെങ്കിലും അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യില്ല എന്ന ഉറപ്പ് SFIO നൽകിയിരുന്നു. ആ ഉറപ്പ് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കേരളത്തിൽ ഈ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നാണ് SFIOക്കെതിരെ ഡൽഹി ഹൈക്കോടതി ഇത് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ നൽകിയ ഉറപ്പ് നിങ്ങൾ പാലിക്കാത്തതെന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്, സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, വാക്കാലുള്ള ഉറപ്പല്ല രേഖാമൂലമുള്ള ഉറപ്പാണ് വാങ്ങേണ്ടത്. അത്തരം ഉറപ്പുകൾക്കാണ് നിയമസാധുത ഉള്ളത്. പക്ഷേ ഈ അഭിഭാഷകരും മറ്റും മുതിർന്ന അഭിഭാഷകരും മറ്റും ഹാജരായി ഒരു ഉറപ്പ് നൽകുമ്പോൾ ആ അഭിഭാഷകരുടെ വാക്ക് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് കോടതി അക്കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കുന്നതെന്നാണ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് ഇന്ന് പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കേസ് പുതിയൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് പോകും. ആ ബെഞ്ചായിരിക്കും SFIOയുടെ ഈ നടപടി ശരിയാണോ നിയമപരമായി തെറ്റാണോ എന്നതിനെ സംബന്ധിച്ച് ഇനി തീരുമാനം എടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര്യ, ബാലു, ഇതിൽ നമുക്കറിയാം ഈ SFIOയിൽ തുടർ നടപടികൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് CMRLലെ ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ കപിൽ സിബൽ CMRLന് വേണ്ടി ഹാജരായ സമയത്ത് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു, ആ ഹർജിയിൽ ഒരു തീരുമാനം എടുക്കണം, അതിനുശേഷം തുടർ നടപടികൾ ഹർജി തീർപ്പാക്കണം, അതിനുശേഷം മുന്നോട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ആര്യ, ഈ തുടർ നടപടികൾ പാടില്ല എന്ന് മാത്രമല്ല CMRL ഡൽഹി ഹൈക്കോടതി നൽകിയിരിക്കുന്ന ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം SFIOയുടെ അന്വേഷണം റദ്ദാക്കുക എന്നതാണ്. കാരണം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുൻപാകെ നടന്ന ഒരു നടപടിയാണ്. ഒരിക്കൽ ഇത് ആദായ നികുതി വകുപ്പ് അന്വേഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരേ വിഷയത്തിൽ രണ്ടാമതൊരു ഏജൻസിക്ക് അന്വേഷിക്കാൻ വേണ്ടി കഴിയില്ല. അതുപോലെ തന്നെ ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പാകെയുള്ള രേഖകൾ അത് മറ്റൊരു കേസിന് ആധികാരിക രേഖയായി മാറാൻ വേണ്ടി കഴിയില്ല. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ CMRL ഈ ഡൽഹി ഹൈക്കോടതി നൽകിയിരുന്ന ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നത്. അതായത് ഈ അന്വേഷണത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ടാണ് അവർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ആ ഹർജി നിലവിലുണ്ട്. ആ ഹർജിയിലാണ് ഇനി ഡൽഹി ഹൈക്കോടതി വാദം കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനിടയിലാണ് ഈ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ കേരളത്തിൽ കൊണ്ടുപോയി വിചാരണ കോടതിയിൽ, അതായത് SFIOയുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് അത് ഫയൽ ചെയ്തിരിക്കുന്നു. ആ ഫയൽ ചെയ്തത് നിയമപരമായി ഇനി ശരിയാണോ തെറ്റാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഡൽഹി ഹൈക്കോടതി വളരെ ശക്തമായ തോതിൽ